പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തെ മർദ്ദിച്ച കേസിൽ പോലീസ് വാദം പൊളിയുന്നു. ബാറിൽ സംഘർഷമുണ്ടാക്കിയവരെന്ന് കരുതി മർദ്ദിച്ചെന്ന പോലീസ് വാദം പൊളിക്കുന്നതാണ് എഫ്ഐആർ. 4-ാം തീയതി 11 മണിക്ക് മർദ്ദനം നടന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. എന്നാൽ ബാറിൽ സംഘർഷമുണ്ടായത് 11:15 മറ്റൊരു എഫ്ഐആറിലുള്ളത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, വിവാഹ സംഘത്തെ മർദ്ദിച്ച കേസിൽ പോലീസിന് എവിടെയാണ് തങ്ങൾ പറഞ്ഞതിൽ തന്നെ പഴുത് കയറി വന്നത്? സുജയ, പത്തനംതിട്ടയിൽ പോലീസ് മർദ്ദനം നടന്ന ആ സംഭവത്തിൽ 2 എഫ്ഐആറുകളാണ് പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഈ മർദ്ദനത്തിന് ഇരയായ 3 പേർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു എഫ്ഐആർ. അതേസമയം തന്നെ ബാറിൽ ഒരു സംഘർഷ സാധ്യതയുണ്ടായി. അവിടെ രാത്രി ഏതാനും ചിലർ ബാറിന്റെ ഗ്ലാസിൽ മുട്ടി മദ്യം ചോദിച്ചു. അത് ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കണ്ട് ബാറിലെ ജീവനക്കാർ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. അത് പ്രകാരം എടുത്ത ഒരു എഫ്ഐആർ. ഇങ്ങനെ 2 എഫ്ഐആർ ആണ് പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഇൻസിഡന്റ്, ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്താണ്. ഈ ഭാഗത്തു നിന്നാണ് പോലീസ് ജീപ്പ് പെട്ടെന്ന് ബാറിന് മുന്നിലേക്ക് വരികയും അതിൽ നിന്നും പോലീസുകാർ ചാടിയിറങ്ങി അവിടെ നിന്നിരുന്ന ആളുകളെ മർദ്ദിച്ചത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിൽ പോലീസുകാർ അതിന്റെ കുറ്റകൃത്യം നടന്ന സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ പരാതിക്കാരായിട്ടുള്ള മർദ്ദനമേറ്റവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത എഫ്ഐആറിൽ ആ കുറ്റകൃത്യം അവിടെ നടന്നിരിക്കുന്നത് രാത്രി 11:15 ആണ് എന്നുള്ളതാണ്. 11 മണിക്കാണ് എന്നുള്ളതാണ്. അതായത് രാത്രി 11 മണിക്ക് പോലീസ് ജീപ്പ് ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതിൽ നിന്നും പോലീസുകാർ ചാടിയിറങ്ങി മർദ്ദനം നടത്തുന്നു. അതേസമയം തന്നെ ബാറുകാർ നൽകിയ പരാതിയിൽ, ബാർ ജീവനക്കാർ നൽകിയ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്, അതിൽ കുറ്റകൃത്യത്തിന്റെ സമയം കാണിച്ചിരിക്കുന്നത് 11:15 അപ്പോൾ അവിടെ ഒരു സംശയം തോന്നുന്നത്, ബാർ ജീവനക്കാർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ ബാറിന്റെ ഈ കാണുന്ന ചില്ലിന്റെ ഭാഗത്തേക്ക് ഏതാനും ആളുകൾ മദ്യം ചോദിച്ച് ചെല്ലുന്നു. അതിനുശേഷം ബാറിലെ ജീവനക്കാർ ആ ഗ്ലാസിനകത്ത് നിന്നുകൊണ്ട് അവിടെ സംസാരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ ബാറിന്റെ മുൻവശത്ത് വന്നു നിന്ന് ബാർ ജീവനക്കാരുമായി, അകത്ത് നിൽക്കുന്ന ബാർ ജീവനക്കാരുമായി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കൂടി നിന്ന ആളുകൾ പിരിഞ്ഞു പോകുന്നുമുണ്ട്. അവിടെ ഒരു സംഘർഷമോ അല്ലെങ്കിൽ ഒരു മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാകുന്നതിന്റെ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആ CCTV ദൃശ്യത്തിൽ വ്യക്തമല്ല. അതേസമയം ഈ 11 മണിക്ക് മർദ്ദനം നടന്നു എന്ന് പറയുന്നത്, ആ പോലീസ് ജീപ്പിൽ പോലീസുകാർ വന്നിറങ്ങുന്നതും മർദ്ദിക്കുന്നതും കൃത്യമായി നമുക്ക് CCTV ദൃശ്യത്തിൽ കാണാം. ഏതായാലും ഈ 2 സംഭവങ്ങളുടെ പേരിൽ എഫ്ഐആർ എടുത്തിരിക്കുന്നതിന്റെ സമയക്രമത്തിൽ അല്ലെങ്കിൽ സമയം രേഖപ്പെടുത്തിയിരിക്കുന്നതിലാണ് ഇപ്പോൾ മർദ്ദനത്തിൽ ഈ സമയം തെറ്റിപ്പോയതിന് പോലീസിന് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ.